ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ ലോക ചരിത്രത്തിലെ 14ാമത്തെ ചാപ്റ്ററാണ് പ്രാചീന ഗ്രീക്ക് നാഗരികത എന്നുള്ളത്. നമുക്ക് ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ പാകിയത് ഗ്രീസിലാണെന്ന് പറയാം. തെക്കിഴക്കേ യൂറോപ്പിൽ ബാൾക്കൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്ത് മെഡിറ്ററേനിയൻ കടൽത്തീരമുള്ള ഒരു രാജ്യമാണ് ഗ്രീസ്. നിരവധി ഉൾക്കടലുകളാൽ ആവൃതമായി വളഞ്ഞു പുളഞ്ഞ സമുദ്രതീരത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. കടൽ തീരത്ത് നിന്ന് 40 മൈൽ അധികം ദൂരമുള്ള യാതൊരു സ്ഥലവും ഗ്രീസിലില്ല. ശൈലനിബിഡമായ ഗ്രീസിൽ കുന്നുകളെ പരസ്പരം വേർതിരിക്കുന്ന താഴ്വരകളിലാണ് ജനങ്ങളിൽ അധികവും തിങ്ങിപ്പാർക്കുന്നത്. നയനാഭിരാമമായ പ്രകൃതി സൗന്ദര്യവും സുഖകരമായ ശീതോഷ്ണാവസ്ഥയും അലയാഴിയും മലയുമായി മല്ലിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഗ്രീക്ക് ജനതയിൽ വളർന്നു വന്ന സ്വാതന്ത്ര്യബോധവും ഗ്രീക്ക് ചരിത്രത്തിൽ നിർണായക ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രീക്കുകാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജനതയല്ല ഗ്രീസിലെ ആദിമ നിവാസികൾ. ഗ്രീക്ക് എന്ന വാക്ക് ഗ്രീസിൽ ആദ്യം കുടിയേറിപ്പാർത്ത ജനങ്ങളിൽ ഒരു കൂട്ടരായ അഖേയന്മാരിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. ഗ്രീക്കുകാർക്ക് മുമ്പ് ഗ്രീസിൽ നിലവിലുണ്ടായിരുന്ന ഈജിയൻ നാഗരികതയെപ്പറ്റി നേരത്തെ പ്രസ്താവിച്ചുവല്ലോ. ആദ്യത്തെ ഗ്രീക്കുകാർ ഗ്രീസിൽ പ്രവേശിച്ചപ്പോൾ അവരിൽ ഈജിയൻ നാഗരികത വലിയ സ്വാധീനം ചെലുത്തി. ഗ്രീക്കുകാർ ആര്യവർഗക്കാരായിരുന്നു. അവരുടെ ഉത്ഭവസ്ഥാനം ഡാന്യൂബ് നദീതടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇടയന്മാരായിരുന്ന ഈ ജനസമൂഹം പുത്തൻ പുൽമേടുകൾ അന്വേഷിച്ച് ആടുമാടുകൾ സഹിതം നാടുവിടുകയും അങ്ങനെ BC 2000-നും 1500-നും ഇടയ്ക്ക് അവർ ഗ്രീസിൽ കുടിയേറിപ്പാർക്കുകയും ചെയ്തു. ആദ്യത്തെ കുടിപ്പാർപ്പുകൾ അയോണിയന്മാർ എന്ന ജനസമൂഹമായിരുന്നു. അവർക്ക് ശേഷം വന്നവരാണ് അഖേയന്മാർ. ഇവരിൽ നിന്നാണ് ഗ്രീക്ക് എന്ന നാമധേയം ഉത്ഭവിച്ചത്. അവർ മൈസീനി, ട്രോയ് എന്നീ പ്രദേശങ്ങളും ക്രീറ്റ് ദ്വീപും കരസ്ഥമാക്കി. മൂന്നാമത് വന്ന കൂട്ടരാണ് ഡോറിയന്മാർ. BC 12-ാം ശതകത്തിൽ തുടങ്ങിയ അവരുടെ കുടിയേറ്റം 200 കൊല്ലത്തോളം നീണ്ടുനിന്നു. അയോണിയന്മാർ, അഖേയന്മാർ, ഡോറിയന്മാർ എന്നീ 3 ജനസമൂഹങ്ങൾക്ക് ഗ്രീക്കുകാർ എന്ന പൊതു നാമധേയമുണ്ടായി. പിന്നീട് ഗ്രീക്കുകാർ ഹെല്ലന്മാർ എന്ന പേർ സ്വീകരിച്ച അവരുടെ ആദിമപിതാവ് ഹെല്ലൽ ആയിരുന്നുവെന്നുള്ള വിശ്വാസമാണിതിൻ്റെ അടിസ്ഥാനം. ഗ്രീസിന് ഹെല്ലന്മാരുടെ നാട് എന്ന അർത്ഥത്തിൽ ഹെല്ലാസ് എന്ന പേരുണ്ടായതും ഇങ്ങനെയാണ്. ഗ്രീക്കുകാരും ഇന്ത്യയിലെ ആര്യന്മാരും പേർഷ്യയിലെ ഇറാനിയന്മാരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഊഹിക്കപ്പെടുന്നു. ഇനി മൈസീനിയൻ നാഗരികതയെക്കുറിച്ചാണ് അടുത്ത ഭാഗം. BC 1400 മുതൽ 1200 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രീക്ക് ഉപദ്വീപിൽ മൈസീനിയൻ ആധിപത്യമാണ് നിലനിന്നിരുന്നത്. അതിനാൽ ഈ കാലഘട്ടത്തെ മൈസീനിയൻ യുഗം എന്ന് പറയാറുണ്ട്. ഈ യുഗത്തിലെ ഗ്രീക്ക് നാഗരികത മൈസീനിയൻ നാഗരികത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗ്രീക്ക് വൻകരയിൽ പെലപ്പൊണേഷ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് കിഴക്കേ കോണിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമാണ് മൈസീനി. ആരാണ് ഈ നഗരത്തിൻ്റെ ആദ്യ ശില്പികളെന്നും എപ്പോഴാണ് ഈ നഗരം ഉത്ഭവിച്ചതെന്നും അവിടെ നാഗരികത ഉദിച്ചുയർന്നത് എങ്ങനെയാണെന്നും നിശ്ചയമില്ല. അതിവിദൂര കാലത്ത് ത്രേസ്, തെസ്സാലി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പെലപ്പൊണേഷ്യയിൽ വന്നു ചേർന്ന ജനങ്ങളാണ് മൈസീനിയന്മാർ എന്ന് ഗ്രീക്ക് ഐതിഹ്യം പറയുന്നു. മിനോവന്മാരുമായുള്ള സാംസ്കാരിക വാണിജ്യ സമ്പർക്കമാണ് അവരെ പരിഷ്കാര ശൃംഖത്തിലേക്ക് കുതിച്ചു കയറാൻ സഹായിച്ചതെന്നതിന് സംശയമില്ല. മൈസീനി സ്വർണ്ണ വിഭവത്തിൻ്റെ സങ്കേതമായിരുന്നതിനാൽ ഇതിന് സുവർണ നഗരം എന്ന പേർ ലഭിച്ചു. BC 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നോസസ് നഗരത്തിൻ്റെ പതനം ഈജിയൻ ദ്വീപസമൂഹത്തിലെ പ്രധാന നാഗരികതയുടെ കേന്ദ്രമെന്നുള്ള സ്ഥാനം മൈസീനി കരസ്ഥമാക്കി. അക്കാലത്ത് ക്രീറ്റ് നാവിക ശക്തിയെ വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു കച്ചവട കപ്പൽ സമൂഹം മൈസീനിയന്മാരുടെ വിദേശ വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിച്ചു. ചിത്രകലയിൽ മൈസീനിയന്മാർ അതിനിപുണന്മാരായിരുന്നു. എന്നാൽ ലോഹകലാ ശില്പങ്ങളിലാണ് അവർക്ക് ഏറ്റവും പ്രാവീണ്യം പ്രദർശിപ്പിച്ചിരുന്നത്. അവർ നിർമ്മിച്ച വിവിധതരം ആഭരണങ്ങളും അതിമനോഹരങ്ങളായ ബട്ടണുകളും കമനീയമായ വേലകളോട് കൂടിയ കടാരികളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. മൈസീനിയൻ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ മൈസീനിയൻ കലാവിരുതിൻ്റെ കേദാരങ്ങളായിരുന്നു അത്രേ. BC 1400 അജ്ഞാതമായ ഒരു രാജാവ് നിർമ്മിച്ച കൊട്ടാരം ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. മൈസീനിയന്മാർ മരണാന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നത്
അവരുടെ മൃതദേഹത്തിൻ്റെ കൂടെ സംസ്കരിച്ചിരുന്ന ജീവിത ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. സർപ്പദേവതകളാൽ പരിസേവിതയായ ഒരു മാതൃദേവിയായിരുന്നു അവരുടെ ആരാധനാമൂർത്തി. BC 12-ാം നൂറ്റാണ്ടിലെ മൈസീനിയൻ രാജാക്കന്മാരുടെ ആധിപത്യത്തിൽ ഗ്രീക്ക് ജനസമൂഹങ്ങൾ ഒരു ഒഴുക്കൻ ഫെഡറൽ ഘടനയിൽ ഒരുമിച്ച് ചേർന്നു. ഈ രാജാക്കന്മാരിൽ ഏറ്റവും വിഖ്യാതൻ രാജാതിരാജൻ എന്ന പേർ സ്വീകരിച്ച അഗമംനൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രീക്കുകാർ ട്രോയ് രാജാവുമായി യുദ്ധം ചെയ്തത്. ഇനി ഹോമർ യുഗത്തെക്കുറിച്ച് പറയാം. ഹോമർ അന്ധനും വൃദ്ധനുമായ ഒരു മഹാകവി ആയിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മഹാകാവ്യങ്ങളാണ് ഇല്യാഡ്, ഒഡീസി എന്നീ സുപ്രസിദ്ധ കൃതികളെന്നുമാണ് ഗ്രീക്ക് ഐതിഹ്യം പറയുന്നത്. എന്നാൽ ഈ കാവ്യങ്ങൾ ഒരാൾ തന്നെ രചിച്ചതല്ലെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏതായാലും മഹാകവി ഹോമർ BC 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നതിനും അദ്ദേഹത്തിൻ്റെ കൃതികളായ 2 മഹാകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനും ഏതാണ്ട് വിശ്വസനീയമായ തെളിവുകളുണ്ട്. ഹോമർ കൃതികളിലെ ചിത്രീകരണങ്ങളിൽ കവി സഹജമായ അതിശയോക്തി കലർന്നിട്ടുണ്ടെങ്കിലും അവ ഹോമർ യുഗം എന്നറിയപ്പെടുന്ന BC 12-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ഗ്രീക്ക് ജീവിതത്തെക്കുറിച്ച് അറിവ് മൂല്യമായ ചരിത്രരേഖകളാണ്. ഗ്രീക്കുകാർ വെളുത്ത നിറവും ഉയരം കൂടിയ ശരീരവും ഉള്ളവരായിരുന്നുവെന്ന് ഹോമർ കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കാലത്ത് ഗ്രീക്കുകാർ ഗ്രീക്ക് ഉപദ്വീപിൽ നിന്ന് സമീപദേശമായ ഏഷ്യ മൈനറിൽ ട്രോയിലും ഇതര ദിക്കുകളിലും കുടിയേറി പാർത്തു. പിന്നീട് ഗ്രീക്കുകാർ വടക്ക് കരിങ്കടൽ തീരങ്ങളിലും തെക്ക് ആഫ്രിക്കൻ മധ്യധരണ്യയുടെ തീരത്തും പടിഞ്ഞാറ് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും നഗരങ്ങൾ സ്ഥാപിച്ചു. ഗ്രീക്ക് കോളനിയായ ദക്ഷിണ ഇറ്റലി മാഗ്ന ഗ്രീഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കുടിയേറ്റമെല്ലാം സംഭവിച്ചത് ലിഖിത ചരിത്ര കാലഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു. BC 7-ാം നൂറ്റാണ്ടോടുകൂടി ഗ്രീക്കുകാർ ഗ്രീക്ക് ഉപദ്വീപിലും പരിസരങ്ങളിലും സ്ഥിരതാമസം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഏതാണ്ട് സ്പാർട്ട, കൊറിന്ത്, തീബ്സ്, സാമോസ്, മൈലിറ്റസ് എന്നീ നഗരങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നവയാണ്. ഇനി ഹോമർ യുഗത്തിലെ ഗ്രീക്ക് നാഗരികത. ആദിമ ഗ്രീക്കുകാർ ഗ്രാമവാസികളായിരുന്നു. ഓരോ ഗ്രാമത്തിലെയും ജനസമൂഹം ബാഹ്യലോകവുമായി വലിയ സമ്പർക്കമില്ലാതെയാണ് ജീവിച്ചിരുന്നത്. BC 12-ാം നൂറ്റാണ്ടിൽ ഗ്രീസ് അനേകം ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓരോ രാജ്യങ്ങളിലും രാജഭരണമായിരുന്നു. യുദ്ധകാലത്ത് സേനാനായകരും സമാധാനകാലത്ത് ഭരണകർത്താവുമായിരുന്ന രാജാവ് മതപുരോഹിതനും ന്യായാധിപനും കൂടിയായിരുന്നു. എന്നാൽ നിയമത്തിൻ്റെ സ്ഥാനത്ത് ആചാരങ്ങളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ആചാരങ്ങൾ അനുസരിക്കേണ്ടത് രാജാവിൻ്റെയും ധർമ്മമായിരുന്നു. പ്രധാന ഭരണകാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രഭുക്കന്മാരുടെ ആലോചനാ സമിതിയുമായി ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു. ഭരണ സംവിധാനത്തിൽ ജനകീയ ഘടകമെന്ന് പറയുന്നതായി ഗ്രാമസഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ പറഞ്ഞാൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി ഫ്യൂഡൽ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിലെ ജാതി വ്യത്യാസം പോലുള്ള വർഗ വിവേചനം നിലവിലുണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഭടന് അവൻ്റെ വീരസാഹിത്യ കൃതികളുടെ അടിസ്ഥാനത്തിൽ പ്രഭു പദവിയിലേക്ക് ഉയരാൻ സൗകര്യമുണ്ടായിരുന്നു. ദേഹാധ്വാനം അപമാനകരമായി ഗണിക്കപ്പെട്ടിരുന്നില്ല. പ്രഭുക്കന്മാരായ ജന്മികളുടെ ഭൂമിയിൽ ആശ്രിതരായി വേല ചെയ്തിരുന്ന കാർഷിക തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാലത്ത് അടിമത്ത സമ്പ്രദായം ഒരു സ്ഥാപനം എന്ന നിലയിൽ വളർന്നിട്ടില്ലായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയും കന്നുകാലി മേയ്ക്കലുമായിരുന്നു. കൂടാതെ പൊൻപണിക്കാർ, കുലാലന്മാർ, ഖഡ്ഗ നിർമ്മാതാക്കൾ, വണ്ടിപ്പണിക്കാർ എന്നിങ്ങനെ ഏതാനും വിദഗ്ധ തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഓരോ കുടുംബവും മിക്കവാറും സ്വയം പര്യാപ്തമായിരുന്നു. ഈ ഘട്ടത്തിൽ കച്ചവടം കാര്യമായ തോതിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല. കച്ചവടക്കാരൻ എന്നർത്ഥം വരുന്ന വാക്ക് തന്നെ അക്കാലത്ത് ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായിരുന്നില്ല. ഹോമർ യുഗത്തിലെ ഗ്രീക്കുകാർ ബഹുദൈവ ആരാധകരായിരുന്നു. അവരുടെ ദൈവങ്ങൾ മനുഷ്യരെ പോലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൗർബല്യങ്ങളും ഉള്ളവരായിരുന്നു. മനുഷ്യരും ദൈവങ്ങളും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം ദൈവങ്ങൾക്ക് മനുഷ്യരെ പോലെ മരണമുണ്ടായിരുന്നില്ല എന്നത് മാത്രമാണ്. അന്നത്തെ ഗ്രീക്കുകാർ മരണാനന്തര ജീവിതത്തെപ്പറ്റി ഗൗനിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മതകർമ്മങ്ങൾ ഏത് സാധാരണക്കാരനും അനുഷ്ഠിക്കാവുന്ന വിധത്തിൽ ലളിതമായിരുന്നതിനാൽ പുരോഹിതവർഗം എന്നൊന്ന് അക്കാലത്ത് ഗ്രീക്കുകാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഗ്രീക്കുകാർ വെളിച്ചപ്പാടുകളിൽ വിശ്വസിച്ചിരുന്നു. ഡൽഫി എന്ന സ്ഥലത്ത് അപ്പോളോ ദേവത വെളിച്ചപ്പാടുകൾ വഴി പ്രത്യക്ഷപ്പെട്ട ആരാധകന്മാർക്ക് വെളിപാട് ആകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ വെളിപാടുണ്ടാകുന്ന സ്ഥലത്തിന് ഓറക്കിൾ എന്നായിരുന്നു പേര്. ദേവതയുടെ വെളിപാടിനും ഓറക്കിൾ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. ഡൽഫിയിലെ ഓറക്കിൾ ഗ്രീക്കുകാർ മാത്രമല്ല അവരുടെ അനന്തരഗാമികളായ റോമക്കാരും വിദേശികളായ ഏഷ്യൻ രാജാക്കന്മാരും വിശ്വസിച്ചിരുന്നു.
ഹോമർ യുഗത്തിലെ സദാചാര സംഹിത പട്ടാള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ധൈര്യം, ആത്മനിയന്ത്രണം, സ്വദേശ സ്നേഹം, വിവേകം, സുഹൃത്തുക്കളോട് സൗഹാർദ്ദം, ശത്രുക്കളോട് വിദ്വേഷം, അന്യരോട് ആതിഥേയത്വം എന്നിവയാണ് പ്രധാന സൽഗുണങ്ങളായി അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഹോമർ യുഗത്തിൽ ഗ്രീക്കുകാർക്ക് അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നതായിട്ട് തെളിവില്ല. ചിത്രകല, കൊത്തുപണി എന്നീ സുകുമാര കലകളും അവരുടെ ഇടയിൽ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നില്ല. എന്നാൽ വാസ്തുശില്പകലയിൽ അവർക്ക് ഗണ്യമായ പുരോഗതി ഉണ്ടായിരുന്നു. മനോഹരമായ കൊട്ടാരങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ലോഹങ്ങൾ തല്ലിപ്പരത്തി വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന കലയിൽ അന്നത്തെ ഗ്രീക്കുകാർ വിരുദ്ധന്മാരായിരുന്നു. എഴുത്തും വായനയും നിശ്ചയമില്ലായിരുന്നുവെങ്കിലും അവരുടെ ഇടയിൽ സാഹിത്യം നേരത്തെ തന്നെ വളർന്നു വന്നിരുന്നു. യാചകന്മാർ പാടി നടക്കുന്ന നാടൻ പാട്ടുകളും ഇതിഹാസ കഥകളുമായിരുന്നു ഈ സാഹിത്യത്തിൽ അധികവും. ഹോമറിൻ്റെ ഇല്ലിയഡും ഒഡീസിയുമാണ് ഈ കാലഘട്ടത്തിൻ്റെ മികച്ച സംഭാവനകൾ. ഹോമർ കഴിഞ്ഞാൽ പിന്നത്തെ മഹാകവി ഹെസിയോഡ് എന്ന മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ ധനവാന്മാരുടെ ധനതൃഷ്ണയെയും സ്വച്ഛാധിപത്യത്തെയും ദരിദ്രരുടെ കഷ്ടപ്പാടുകളെയും രൂക്ഷമായി അപലപിച്ചിരുന്നു. പ്രവൃത്തി മഹാത്മ്യത്തെ അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം പ്രകീർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഹോമറുടെയും ഹെസിയോഡിൻ്റെയും മറ്റും കാവ്യങ്ങൾ അനന്തര തലമുറകൾക്ക് പകർന്നു കൊടുത്തത് വാമൊഴി മാർഗത്തിലൂടെയായിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി പ്രാചീന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെക്കുറിച്ചാണ് നെക്സ്റ്റ് ചാപ്റ്ററിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്